Hi students, Computer Aided Design and Analysis in Module 6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് കടക്കുകയാണ്. നമ്മൾ Gaussian Quadrature എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. Let's see what's it. An accurate representation of irregular domains, that is, domain with curved boundaries, can be accomplished by the use of refined meshes and irregularly shaped curvilinear elements. അതായത് നമ്മൾ ഒരു ഇറഗുലർ ഡൊമൈൻ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ഡൊമൈൻ വിത്ത് കേർവ്ഡ് ബൗണ്ടറീസ് അല്ലേ. അതിനെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് റിഫൈൻഡ് മെഷസ് അല്ലെങ്കിൽ ഇറഗുലർലി ഷേപ്ഡ് കർവിലിനിയർ എലമെൻറ്റ്സ് വെച്ചിട്ടാണ്. അല്ലേ, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നതെങ്കിൽ ഇപ്പം നമ്മളൊരു നോൺ റെക്റ്റാങ്കുലർ റീജിയൻ കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു റീജിയനെ നമ്മൾ ഒരിക്കലും ഒരു റെക്റ്റാങ്കുലർ എലമെൻറ്റ് വെച്ച് ആക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്വാഡ്രിലേറ്ററൽ എലമെൻറ്റ് വെച്ച് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു റെക്റ്റാങ്കുലർ എലമെൻറ്റിനെ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും പോരാത്തതിന് ഇൻ്റഗ്രൽ ഓവർ ദീസ് റെക്റ്റാങ്കുലർ ജോമെട്രീസ് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫൈനൈറ്റ് എലമെൻറ്റിൻ്റെ ഇൻ്റഗ്രൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വാഡ്രിലേറ്ററലിൻ്റെ ബേസിസിൽ എടുത്തിട്ട് അത് നമ്മൾ റെക്റ്റാങ്കുലറിലോട്ട് ട്രാൻസ്ഫോം ചെയ്യും. സോ സിൻസ് ദ ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻസ് ആർ ഈസിലി ഡിറൈവബിൾ ഫോർ എ റെക്റ്റാങ്കുലർ എലമെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഈസിയർ ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽസ് ഓവർ റെക്റ്റാങ്കുലർ ജോമെട്രീസ്, വി ട്രാൻസ്ഫോം ദ ഫൈനൈറ്റ് എലമെൻറ്റ് ഇൻ്റഗ്രൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫൈൻഡ് ഓവർ ക്വാഡ്രിലേറ്ററൽസ് ടു റെക്റ്റാങ്കിൾ. ഈ ട്രാൻസ്ഫോർമേഷന് ഒരു കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻസ് ഇൻ ടേംസ് ഓഫ് കോർഡിനേറ്റ്സ് ആർ യൂസ്ഡ് അല്ലേ. അതായത് കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻസ് ഉണ്ടാവും എന്നർത്ഥം. സോ therefore Gaussian Quadrature is used to evaluate such complicated expressions, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ എന്നും കൂടി പറയും. ഓക്കെ, നമുക്ക് എന്താണ് Gaussian Quadrature എന്ന് നോക്കാം. കൺസിഡർ ദ പ്രോബ്ലം ഓഫ് ന്യൂമറിക്കലി ഇവാലുവേറ്റിംഗ് എ വൺ ഡയമെൻഷണൽ ഇൻ്റഗ്രൽ ഓഫ് ദ ഫോം I is equal to -1 to 1 f of x dx. നമുക്ക് ന്യൂമറിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു വൺ ഡയമെൻഷണൽ ഇൻ്റഗ്രൽ ഓഫ് ദ ഫോം -1 to 1 f of x dx എന്ന് പറഞ്ഞ ഒരു ഫോം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. ഇതിനെ നമ്മൾ Gaussian Quadrature അപ്രോച്ചിൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ആദ്യം കൺസിഡർ എൻ പോയിൻ്റ് അപ്രോക്സിമേഷൻ സോ ദാറ്റ് -1 to 1 f of x dx എന്നത് equal to w1 into f of x1 plus w2 into f of x2 plus w3 into f of x3 up to wn into f of xn എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. where w1, w2, w3 up to wn are the weights and x1, x2, x3 up to xn are the sample points, അല്ലെങ്കിൽ അതിനെ Gauss points എന്നുകൂടി വിളിക്കും. So the idea behind the Gaussian Quadrature is to select n Gaussian points and n weights such that the equation 1 provides an exact answer for the polynomial f of x for large degrees as possible. അതായത് നമ്മുടെ ഈ പറയുന്ന എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു പോളിനോമിയലിൻ്റെ അല്ലെ എക്സാക്റ്റ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ Gaussian Quadrature എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ n Gaussian പോയിൻറ്റ്സും n വെയ്റ്റ്സും കൺസിഡർ ചെയ്യും. അപ്പം ഇത് നമ്മൾ എക്സാക്റ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കും. ഓക്കെ, ഈ ഇൻ്റഗ്രൽ ചെയ്യുന്നത് അതായത് -1 to 1 f of x dx എന്ന് പറയുന്ന സാധനവും വിച്ച് ഈസ് ഈക്വൽ ടു w1 ഇൻറ്റു എഫ് ഓഫ് x1, w2 ഇൻറ്റു എഫ് ഓഫ് x2 പ്ലസ് w3 ഇൻറ്റു എഫ് ഓഫ് x3, അങ്ങനെ എത്ര n വരെയുണ്ടോ ആ n വരെയുള്ള സമ്മേഷൻ അങ്ങനെ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. സോ ലെറ്റ് സി 1 point ഫോർമുല ഫസ്റ്റ്. കൺസിഡർ ദ ഫോർമുല വിത്ത് n is equal to 1 as -1 to 1 f of x dx is equal to w1 into f of x1 അല്ലേ. w1 into f of x1 നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഈ പറഞ്ഞ തേർഡ് എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്ത ഇക്വേഷൻ അത് എക്സാക്റ്റ് ആവണമെങ്കിൽ അത് എക്സാക്റ്റ് സൊല്യൂഷൻ ആണെങ്കിൽ വെൻ എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഓർഡർ 1 ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക.
ഓക്കെ, നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സാണ് അൺനോൺ ആയിട്ടുള്ളത്, അതായത് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, W1ഉം X1ഉം. ഇനി പറഞ്ഞു പോളിനോമിയൽ ഓഫ് ഓർഡർ 1 ആണെന്ന് പറഞ്ഞു അല്ലേ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു A0 പ്ലസ് A1x1 ആണെന്ന് വിചാരിക്കുക ആ പോളിനോമിയൽ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ ഒരു വെറും കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക, A0 മാത്രമാണെന്ന് വിചാരിക്കുക ആ ഇൻ്റഗ്രലിൽ അല്ലേ, ആ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം. അതായത് നമുക്ക് W1 × 1 എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു -1 to 1 dx അല്ലേ. A0 എന്നുള്ളത് നമുക്ക് എന്ത് വാല്യൂയും കൊടുക്കാം. അപ്പം A0 എന്നുള്ളത് നമ്മളിവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 dx വിച്ച് ഈസ് ഈക്വൽ ടു 2 അല്ലേ. അതിൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് W1 × x1 ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1 x1 dx കൊടുക്കാം. അന്നേരം നമുക്ക് 0 കിട്ടും. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫോർമുല 3 എന്ന് പറഞ്ഞ ഫോർമുല എക്സാക്റ്റ് ആവും വിത്തൗട്ട് എനി എറർ. സോ നമുക്കതിന് ജനറൽ ഫോർമുലയിൽ എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ I ഈസ് ഈക്വൽ ടു -1 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 2 × എഫ് ഓഫ് 0 എന്ന് എഴുതാൻ പറ്റും. അതായത് ഇൻ്റഗ്രലിൽ നമ്മൾ ചെയ്യുന്നതിന് പകരം ഇനി മുതൽ 2 × എഫ് ഓഫ് 0 ചെയ്താൽ മതി ഫോർ എ പോളിനോമിയൽ ഓഫ് ഓർഡർ 1. ഓക്കെ, എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നമുക്ക് -1 to 1 ഇൻ്റഗ്രൽ -6 + 2x dx എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കാം. അതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, -6 + 2x അല്ലേ. സാധാരണ ഇൻ്റഗ്രേഷൻ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ -6 എന്ന് പറഞ്ഞ ഇൻ്റഗ്രേഷൻ -6x വരും, 2x എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ 2x² വരും. അതിന് ലിമിറ്റ് കൊടുക്കുന്നു -1 to 1. സോ വി ഗെറ്റ് -12 അല്ലേ. ഇതേ സാധനം നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അതായത് 2 × എഫ് ഓഫ് 0 എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം -6 + 2x ആണെന്ന് നമുക്കറിയാം. സോ എഫ് ഓഫ് 0 എന്ന് പറയുന്ന സാധനം -6 ആണ്, കാരണം എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് -6 കിട്ടും. 2 × എഫ് ഓഫ് 0 2 × -6 വിച്ച് ഈസ് ഈക്വൽ ടു -12. രണ്ടും സെയിം ഉത്തരവല്ലേ. ഓക്കെ, ഇനി നമ്മൾ 2 പോയിൻറ്റ് ഫോർമുലയിലോട്ട് വന്നെന്ന് വിചാരിക്കാം. കൺസിഡർ ദ ഫോർമുല വിത്ത് n ഈസ് ഈക്വൽ ടു 2 ആസ് -1 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു W1 എഫ് ഓഫ് x1 + W2 എഫ് ഓഫ് x2. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 4 പാരാമീറ്റേഴ്സ് ഉണ്ട്, W1 W2 x1 x2 അല്ലേ. നമ്മളൊരു ക്യൂബിക് പോളിനോമിയൽ കൺസിഡർ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു A0 + A1x + A2x² + A3x³ സെയിം വേ നമ്മൾ ആദ്യം വെറും A0 മാത്രം കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ W1 × 1 + W2 × 1 ഈസ് ഈക്വൽ ടു 1 dx, അതായത് W1 + W2 ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സ് കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ അത് 0 കിട്ടും, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. W1 × x1 + W2 × x2 ഈസ് ഈക്വൽ ടു 0. നമ്മളതിനെ x² x³ നോക്കും. W1 x1² + W2 × x2² -1 to 1 ഇൻ്റഗ്രൽ x² dx ചെയ്താൽ നമുക്ക് 2/3 കിട്ടും. സെയിം വേ ക്യൂബിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. സോ ദർ ആർ 4 unknowns and 4 equations. ഈ ഇക്വേഷൻസ് വെച്ച് ദീസ് നോൺ ലീനിയർ ഇക്വേഷൻ ഹാസ് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W1 = W2 = 1, x1 = -1/√3, x2 = 1/√3. അതായത് ഒരു n = 2 എന്നുള്ള രീതിയിലുള്ള ഒരു പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് പകരം W1 × എഫ് ഓഫ് x1 + W2 × എഫ് ഓഫ് x2 ചെയ്താൽ മതി എന്നർത്ഥം. വേർ W1 and W2 is equal to 2, x1 is equal to -1/√3, x2 is equal to 1/√3. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ -1 to 1 -5 + 4x - 3x² + 2x³ dx. ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇൻ്റഗ്രേഷനാണ് റൂളാണ് ചെയ്യുന്നതെങ്കിൽ -5ന് -5x, 4xന് 4x²/2 -3x²ന് 3x³ വരും അല്ലേ. x³ ചെയ്യുമ്പോൾ x⁴/4 വരും. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു -1 to 1. സോ വി ഗെറ്റ് -12 ആസ് ആൻ ആൻസർ അല്ലേ. ഇതേ സാധനം നമ്മൾ W1 എഫ് ഓഫ് x1 + W2 എഫ് ഓഫ് x2 ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 + 4x
മൈനസ് 3x² പ്ലസ് 2x³ ആണ്. w1 w2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/√3 x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 ആണ്. സോ 1 ഇൻറ്റു എഫ് ഓഫ് -1/√3 പ്ലസ് 1 ഇൻറ്റു എഫ് ഓഫ് 1/√3. ഇനി നിങ്ങൾ എന്താ ചെയ്യുക പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിന് -1/√3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന് 1/√3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -12 തന്നെ കിട്ടും. സോ ഫ്രം ദീസ് വി ഇൻഫർ ദാറ്റ് ഫ്രം ദ എബോവ് വി കൺക്ലൂഡ് ദാറ്റ് n-point Gaussian quadrature will provide an exact answer. N-point Gaussian quadrature will provide an exact answer if f is a polynomial of order 2n-1 or less. അതായത് പോളിനോമിയൽ ഓർഡർ 2n-1 അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണെങ്കിൽ n point Gaussian quadrature will provide an exact answer without an error. അതാണ് പറയുന്നത്. Okay, so -1 to 1 f of x dx is equal to summation of I is equal to 1 to n w1 f of x1 എന്ന് എഴുതാൻ പറ്റും. This is the concept of Gaussian quadrature അല്ലെങ്കിൽ numerical integration. Okay, Gaussian points and weights for Gaussian quadrature. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് പോയിന്റ്സ് n 1 ആണെന്ന് വിചാരിക്കുക. സോ x1 ഈക്വൽ ടു 0 ആൻഡ് w2 is equal to w1 is equal to 2. ഇനി n2 ആണെങ്കിൽ x1 x2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് x1 എന്ന് പറഞ്ഞാൽ -1/√3 x2 എന്ന് പറഞ്ഞാൽ √3 ആണ് അല്ലേ. അതിൻ്റെ വാല്യൂ ആണത് 0.5770350. ഓക്കെ, w1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലേ, w2ഉം 1 ആണ് അല്ലേ. അതേപോലെ നമ്പർ ഓഫ് 3ൻ്റെയും 4ൻ്റെയും വാല്യൂസ് ആണിത്. ഓക്കെ, വെൻ n is equal to 3 we use x1 and x3 as plus or minus √3/5 and x2 as 0. w1 as 5/9 for x1, അതായത് w1ഉം w3യും 5/9 ആയിട്ട് യൂസ് ചെയ്യും, w2 8/9 ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. Evaluate the integral by using Gaussian quadrature. -1 to 1 x² dx അല്ലേ. x² ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ x² ആണ് അല്ലേ. അപ്പം 2n-1 which is 2n-1 is equal to 2 അല്ലേ, 2 ആണ്. അപ്പോൾ n 1.5 ആണ്. അത് നമുക്ക് സാമ്പിളിംഗ് പോയിൻറ്റ്സ് റൗണ്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ n is equal to 2 എന്നുള്ള രീതിയിൽ എടുക്കാം. സോ 2-point Gaussian quadrature ആണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ 2-point Gaussian quadrature x1 is equal to root of 1/3, x2 is equal to minus of root 1/3. ഓക്കെ, w1 w2 1 രണ്ടും 1 ആണ് നമുക്കറിയാം. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം x² ആണെന്നറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എഫ് ഓഫ് x1 കണ്ടുപിടിക്കണം. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 ഇട്ട് കൊടുക്കുക അല്ലേ, റൂട്ട് 1/√3 ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പം w1 ഇൻറ്റു എഫ് ഓഫ് x1 കിട്ടും. സെയിം വേ നമുക്ക് w2 ഇൻറ്റു എഫ് ഓഫ് x2 കിട്ടും. രണ്ടും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. 0.66666 ആണ് ഉത്തരം. സെയിം ഇത് സാധാരണ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാലും സെയിം ഉത്തരം കിട്ടും, 0.66666. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ Gaussian quadrature അപ്രോച്ച് ചെയ്യുക. ഒരു ഇൻറ്റഗ്രേലും കൂടി നോക്കാം. -1 to 1 x² cos x/2 dx യൂസിങ് 3 Gaussian quadrature എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് കമ്പയർ വിത്ത് എക്സാക്ട് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം 3 Gaussian quadrature ആണ് എടുക്കുക. നമുക്ക് 3 Gaussian quadrature ആണെങ്കിൽ ഇതാ ഈ ടേബിളിൽ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, x1 ആൻഡ് x3 തന്നിട്ടുണ്ട്, വാല്യൂ അറിയാം നമുക്ക്, x2 അറിയാം. ഇത് ഓൾറെഡി ഉള്ള വാല്യൂസ് ആണ്. ഓക്കെ, ഡിഫൈൻ ആയിട്ടുള്ള വാല്യൂസ് ആണ്. സോ ഫോർ Gaussian quadrature x1 is equal to √3/5, x2 0 ആണ്, x3 -√3/5. ഓക്കെ, w1 എന്ന് പറഞ്ഞ സാധനം 5/9 ആണെന്ന് അറിയാം, w2 8/9 എടുക്കണം എന്നറിയാം, w3 5/9 എന്നറിയാം. സോ we will apply this w1 into f of x1 plus w2 into f of x2 plus w3 into f of x3. അപ്പോൾ f of x1 x2 x3 കണ്ടുപിടിക്കാം. f of x1 കണ്ടുപിടിക്കുക, x1ന് വാല്യൂ ഇട്ട് കൊടുക്കുക, w1 into f of x1 കിട്ടും. f of x2 കണ്ടുപിടിക്കുക, w2 into f of x2 കിട്ടും. f of x3 കണ്ടുപിടിക്കുക, w3 into f of x3 കണ്ടുപിടിക്കുക. ഇത് മൂന്നും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ we will get an answer 2.5843. സെയിം എക്സാക്ട് സൊല്യൂഷൻ നമ്മൾ സാധാരണ രീതിയിൽ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് -1 to 1 x² plus cos x/2 അല്ലേ. അതിന് x² ഇൻറ്റഗ്രൽ x³ 3
കോസ് എക്സ് ബൈ ടുവിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ ടു അല്ലേ 1/2 സൈൻ എക്സ് ബൈ ടു. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെയിം ഉത്തരം കിട്ടും 2.584. അപ്പം എക്സാക്റ്റ് സൊല്യൂഷനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കമ്പയർ ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ദിസ് ഈസ് ഓൾ അബൌട്ട് ഗോസിയൻ ക്വാഡ്രേച്ചർ. ഇനി ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് നാച്ചുറൽ കോർഡിനേറ്റ്സ് അല്ലേ. ഇത് ആ ഒരു പാർട്ടിൽ ഞാൻ മിസ് ചെയ്ത ചെറിയൊരു പോർഷനാണ്. നാച്ചുറൽ കോർഡിനേറ്റ്സിന് 2 ഡയമെൻഷണൽ ഇക്വേഷൻ ഉണ്ട്. 1 ഡയമെൻഷണൽ ഇക്വേഷൻ ഉള്ളതുപോലെ തന്നെ 1 ഡയമെൻഷണൽ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇൻ്റഗ്രേഷൻ ഓഫ് പോളിനോമിയൽ ടേംസ് ഇൻ നാച്ചുറൽ കോർഡിനേറ്റ്സ് ഫോർ 2 ഡയമെൻഷണൽ എലമെൻറ്റ് ക്യാൻ ബി പെർഫോംഡ് ബൈ യൂസിങ് ദ ഫോർമുല L1 alpha L2 beta L3 gamma dA is equal to alpha factorial into beta factorial into gamma factorial divided by alpha plus beta plus gamma plus 2 factorial into 2a. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഇതേപോലെ തന്നെ നമ്മൾ 1 ഡയമെൻഷണൽ ഇക്വേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇൻ്റഗ്രൽ x1 to x2 L1 alpha L1 raised to alpha L2 raised to beta dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഫാക്ടോറിയൽ ഇൻറ്റു ബീറ്റ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 1 ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു LX അല്ലേ. ഈ 2 ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു സിമ്പിൾ പ്രോബ്ലം വേണം ചോദിക്കാം. ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റ് ദ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ തരും. അതായത് നമുക്കിപ്പോൾ അറിയാം ആൽഫ എന്ന് പറയുന്ന വാല്യൂ 1 ആണെന്നറിയാം, L1 raised to 1 അല്ലേ 1 ആണെന്നറിയാം, ബീറ്റ എന്ന് പറയുന്ന സാധനം L2 raised to 2 എന്ന് എഴുതിയിട്ടുണ്ട്, അത് 2 ആണെന്നറിയാം, ഗാമ എന്ന് പറയുന്ന സാധനം 3 ആണെന്നറിയാം. സോ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ടു ദാറ്റ് ഇക്വേഷൻ, അതായത് 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2a. ഏരിയ ആണ് എ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ആൻസർ a by 1680. ഇഫ് a തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാക്റ്റ് വാല്യൂ കിട്ടും. ഇനി ഒരു 1 ഡയമെൻഷനൽ നോക്കുകയാണെങ്കിൽ 0 to 1 L2 square dx എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം L1 raised to 0 L2 raised to 2 എന്നാണ്. അപ്പം സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് alpha equal to 0 and beta is equal to 2. We will get L by 3 as the answer. Okay, നമുക്ക് L അറിയെങ്കിൽ അതിൻ്റെ ഒരു എക്സാക്റ്റ് ആൻസർ കിട്ടും. സോ ലാസ്റ്റ് നമ്മളൊരു ചെറിയൊരു പ്രോബ്ലം കൂടി നോക്കിയിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. മൊഡ്യൂൾ 6. Determine the stiffness matrix for the constant strain triangular element. The coordinates are given in units of millimeters. Assume plane stress condition. നമുക്ക് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞ ട്രയാങ്കുലാർ എലമെൻറ്റ് തന്നിട്ടുണ്ട്, കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, കൂടാണ്ട് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട് അല്ലേ. പോയ്സോൺ റേഷ്യോ ആണ് ഇവിടെ VA എന്നാണ് എഴുതിയിട്ടുള്ളത്, നമ്മൾ മ്യൂ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അതും തന്നിട്ടുണ്ട്. 0.25 തന്നിട്ടുണ്ട്. സോ ഗിവൺ കാര്യങ്ങളൊക്കെ എഴുതുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ് ആൻഡ് എസ്യൂം പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ. ഓക്കെ, പ്ലെയിൻ സ്ട്രെസ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ യങ്സ് മോഡുലസ് ഈസ് ഗിവൺ, പോയ്സോൺ റേഷ്യോ ഈസ് ഗിവൺ, തിക്നെസ് ഈസ് ഗിവൺ. ഓക്കെ, എസ്യൂം പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ. നമുക്കറിയാം സ്റ്റിഫ്നെസ് മെട്രിക്സ് K ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഇൻറ്റു സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഇൻറ്റു A ഇൻറ്റു T അല്ലേ. വേർ A ഇസ് ദ ഏരിയ ഓഫ് എലമെൻറ്റ്. ഏരിയ ഓഫ് എലമെൻറ്റ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നത് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 1x1 y1 1x2 y2 1x3 y3 അല്ലേ. x1 x2 x3 y1 y2 y3 നമുക്ക് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഏരിയ കിട്ടും. ഏരിയ ഇസ് ഈക്വൽ ടു 2700 mm² കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കണം. B ആണ് റെപ്രസെൻറ്റ് ചെയ്യുക സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. നമുക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ച ഇക്വേഷനാണ്, നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ് അല്ലേ. 1/2a ഇൻറ്റു മെട്രിക്സ് Q1 0 Q2 0 Q3 0 0R1 0R2 0R3 R1 Q1 R2 Q2 R3 Q3. വേർ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y2 മൈനസ് y3, Q2 എന്ന് പറഞ്ഞാൽ y3 മൈനസ് y1, Q2 എന്ന് പറഞ്ഞാൽ y3 മൈനസ് y1, Q3 എന്ന് പറഞ്ഞാൽ y1 മൈനസ് y2, R1 എന്ന് പറഞ്ഞാൽ x3 മൈനസ് x2, R2 എന്ന് പറഞ്ഞാൽ x1 മൈനസ് x3, R3 എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1. ഈ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞതാണ്. സോ
ജസ്റ്റ് ഇക്വേഷൻസിൽ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രം മതി. y1 y2 y3 x1 x2 x3 നമുക്കറിയാം. സോ വി വിൽ ഗെറ്റ് ദ മെട്രിക്സ്, ഹോൾ മെട്രിക്സ്. എ നമ്മൾ കണ്ടുപിടിച്ചു ഓൾറെഡി അല്ലേ. സോ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് വി വിൽ ഗെറ്റ് ബി. ഓക്കെ, ബി അതായത് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് വേണ്ടുന്ന ഇക്വേഷനിൽ നമുക്ക് എന്താ വേണ്ടത്? സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും വേണം, സ്ട്രെസ് സ്ട്രെയിൻ മെട്രിക്സും വേണം അല്ലേ. സ്ട്രെസ് സ്ട്രെയിൻ മെട്രിക്സ്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ മെട്രിക്സ് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഉള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത് D = E/1 - μ² ഇൻറ്റു 1 μ0 μ10 0 0 1 - μ/2 എന്നാണ്. ഇവിടെ V ആണുള്ളത്, പോയ്സോൺ റേഷ്യോ ആണ്. ഓക്കെ, പോയ്സോൺ റേഷ്യോ തന്നിട്ടുണ്ട്, 0.25 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇതും അറിയാം, യങ്സ് മോഡുലസും അറിയാം. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആണെങ്കിൽ ഇക്വേഷൻ മാറും അല്ലേ. ഓക്കെ, അത് നമുക്ക് ഡയറക്റ്റ് കിട്ടും, D കിട്ടും. സോ വി ക്യാൻ ഡൂ ദാറ്റ് B ട്രാൻസ്പോസ് ഓൾസോ അല്ലേ. ഓക്കെ, ആദ്യം നമ്മൾ D × B ചെയ്ത് വയ്ക്കും. സോ ദാറ്റ്സ് എ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. D × B. ഒന്ന് 3/3 മെട്രിക്സ് ആണ് അല്ലേ, ഒന്ന് 3/6 മെട്രിക്സ് ആണ്. സോ വി വിൽ ഗെറ്റ് എ 3/6 മെട്രിക്സ് ആസ് എ ആൻസർ അല്ലേ. ഇനി നമുക്ക് B അറിയാം അല്ലേ, B ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് B ട്രാൻസ്പോസ് വിൽ ബി മൾട്ടിപ്ലൈഡ് വിത്ത് ഈ D × B ചെയ്യും അല്ലേ. ഇതാ ഇവിടെ ചെയ്യുന്നതാണ്ട, B ട്രാൻസ്പോസ് ഇൻറ്റു D × B. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ യു വിൽ ഗെറ്റ് എ 6 × 6 മെട്രിക്സ് അല്ലേ, റൈറ്റ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ്. K is the stiffness matrix. ഇനി നിങ്ങൾക്ക് ഉത്തരം ശരിയാണോ എന്ന് നോക്കാൻ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. K matrix is a symmetric matrix, it is a symmetric matrix, and the sum of the elements in any column is equal to 0. Sum of the elements will be in any column. ഏതൊരു കോളം എടുത്തു കഴിഞ്ഞാലും sum of the elements will be equal to 0. So the stiffness matrix ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക for a CST element. ഓക്കെ, ജസ്റ്റ് എല്ലാ ഇക്വേഷനും പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. കൂടാതെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ആയാലും അല്ലെങ്കിൽ ഡെറിവേഷൻ ചെയ്യുമ്പോഴായാലും നിങ്ങൾ ഒരു 1 or 2 ടൈംസ് നമ്മൾ അത് സ്റ്റെപ്സ് നോക്കിയിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. അതിനുശേഷം നമ്മൾ നോക്കാതെ ചെയ്ത് പഠിക്കുക. സോ ഡെറിവേഷൻ എല്ലാ കാര്യങ്ങളും, എല്ലാ CST എലമെൻസിൻ്റെ എല്ലാ ഡെറിവേഷൻസും പഠിക്കണം. എല്ലാ ഡെറിവേഷൻസും എഴുതിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 6 വൈൻഡപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൊഡ്യൂൾ 6. നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊഡ്യൂൾ 6 നമ്മൾ ടോട്ടലായിട്ട് പഠിച്ചത് ഇൻ്റർപോളേഷൻ എന്താണെന്ന് പഠിച്ചു, CST എലമെൻറ്റ് LST എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, CST എലമെൻറ്റിൻ്റെ ഡെറിവേഷൻ, ഷേപ്പ് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ പഠിച്ചു, സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഡെറിവേഷൻ പഠിച്ചു അല്ലേ. അതിനുശേഷം നമ്മൾ ഐസോപാരാമെട്രിക് ഫോർമുലേഷനിലോട്ട് കയറി, നാച്ചുറൽ കോർഡിനേറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, ഐസോപാരാമെട്രിക്, സബ് പാരാമെട്രിക് ആൻഡ് സൂപ്പർ പാരാമെട്രിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ ഐസോപാരാമെട്രിക് ഫോർമുലേഷൻ്റെ ഡെറിവേഷൻ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി കം ടു Gaussian Quadrature ആൻഡ് സം പ്രോബ്ലംസ് അല്ലേ. ഇത്രയാണ് മൊഡ്യൂൾ 6 ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 5 and 6 കംപ്ലീറ്റ്ലി on finite element analysis. Hope you all understand what is finite element analysis and the concept behind it. Thank you.